യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 2:3. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. ഈ മൂന്നാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും കൊലോസ്യ സഭയോടും ലവോദിക്യ സഭയോടും ഇന്ന് പകൽക്കാലം നമ്മളോടും പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ യേശുവിൻ്റെ പൂർണ്ണതയൊന്ന് മനസ്സിലാക്കുവാൻ. ഇതാര് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കണം. എക്സ്പീരിയൻസ് ആൻഡ് സീ. നമുക്ക് ഈ പലപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാം, ഒരു സന്തോഷമില്ലാത്തതിൻ്റെ. കർത്താവ് രോഗം വരുമ്പോൾ അയ്യോ കർത്താവ് വിടുവിക്കുമോ ഇല്ലയോ, വിടുവിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചത്തുപോകും. മലയാളത്തിൽ പറഞ്ഞാൽ, സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും. ഈ എന്തെങ്കിലും സംഭവിച്ചു പോകുമെങ്കിൽ പിന്നെ ഈ കർത്താവിനെ സേവിച്ചിട്ട് എന്നാ കാര്യം? നിങ്ങൾ പറ. ഈ കർത്താവിനെ പിന്നെ ബൈബിളൊക്കെ അടച്ചു വെച്ചായിരുന്നേ, ലോകത്തിന് വേണ്ടി കുറഞ്ഞ വർഷം ലോകമെങ്കിലും ആസ്വദിക്കാം, കുറഞ്ഞ വർഷം ലോകമെങ്കിലും എൻജോയ് ചെയ്യും. കാര്യം പോക്കാം. പിന്നെ അതിനാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്? നാശത്തിനായിട്ടല്ലല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത്, രക്ഷയ്ക്കായിട്ടല്ലേ. കർത്താവിനെ സേവിക്കുവാണെങ്കിൽ അറിഞ്ഞ് രുചിച്ച് അനുഭവങ്ങളോടുകൂടി സേവിക്കണം. എന്നെ കരടിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ച, സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ഒരു വലിയവനായ ദൈവമുണ്ട്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഫറവോൻ്റെ സൈന്യം ഒരു വിഷയമല്ല, ലോകശക്തി ഒരു വിഷയമല്ല, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഒരു വിഷയമല്ല. ഫറവോൻ എന്തു പറഞ്ഞാലും അതല്ല വിഷയം. യഹോവയായ ദൈവം ഫറവോനോട് കൽപ്പിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്നത്. ലോക നിയമങ്ങൾ മാറ്റണമെന്ന് കർത്താവ് വിചാരിച്ചാൽ എന്ത് ചെയ്യും? മാറ്റും. നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട്, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട്, ദൈവനാമം ഉയരുവാൻ. അതുകൊണ്ട് ഭയപ്പെടേണ്ടത് ലോകത്തെ അല്ല, സന്തോഷിപ്പിക്കേണ്ടത് ലോകത്തെ അല്ല. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇൻ ജീസസ്, യേശുവിൽ, നമ്മൾ എപ്പോഴും യേശുവിൽ കൂടാണല്ലോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിലാണല്ലോ പ്രാർത്ഥിക്കുന്നത്, യേശുവിൽ കൂടാണല്ലോ ജാതികളായി നമുക്ക് രക്ഷയുണ്ടായത്. യേശു ദൈവമാ, അല്ലെങ്കിൽ യേശുവിൽ ദൈവത്തിൻ്റെ സകല പൂർണ്ണതയും വസിക്കും, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലായി. ഇവിടെ എഴുതിയിരിക്കുന്നത് in him are hidden all the treasures of wisdom and knowledge. യേശുവിൽ സകല ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം, അല്ലെങ്കിൽ സമ്പത്ത്, ആഴങ്ങൾ. ഞാൻ പറഞ്ഞു, ട്രഷർ ബോക്സ് തുറക്കുന്നപ്പോൾ ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ, ട്രഷേഴ്സ് അല്ലെങ്കിൽ ഫുൾനെസ്, അതിനാണ് ഈ നിക്ഷേപം നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ട്രഷേഴ്സ്. അപ്പോൾ ഈ ജ്ഞാനവും ഈ പരിജ്ഞാനവും യേശുവിലുണ്ട്. യേശു എന്നിൽ വസിക്കുമ്പോൾ ഇത് ആരിൽ വരും? ജ്ഞാനം കുറവുള്ളവർ, നമുക്കൊക്കെ ഒത്തിരി ജ്ഞാനികൾ ലോകത്തിലുണ്ട്, അവരുടെയൊക്കെ മുമ്പിൽ നമ്മളൊന്നുമില്ല. ഒത്തിരി ശക്തരുണ്ട്, ഒത്തിരി വിൽ പവർ ഉള്ളവരുണ്ട്. ഒരു കാര്യമൊക്കെ ദൃഢമായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ഒന്ന് വായിച്ചതാണ്, പിന്നെ ഒന്നുകൂടി ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ഒരു ഷോർട്സോ വീഡിയോ അയച്ചപ്പോൾ ഞാൻ കാണുമായിരുന്നു. ഒരു പെൺകൊച്ച് കാലില്ല, ട്രെയിനിൽ നിന്ന് വീണതാണ്, തെള്ളിയിട്ടതാണ്, കാൽ അമ്പ്യൂട്ട് ചെയ്ത്. ആ പെൺകൊച്ച് എവറസ്റ്റ് കയറി വിൽ പവറൊക്കെ ഭയങ്കരമാണ്. അതിന് സ്പോൺസേഴ്സിനെ ആദ്യം കിട്ടിയില്ല. എവറസ്റ്റ് കയറി തിരിച്ചിറങ്ങി വന്നപ്പോൾ ഓക്സിജൻ തീർന്നു പോയി. അപ്പം വേറെ ആരോ ഒരു ബ്രിട്ടീഷുകാരൻ കയറി വന്നപ്പോൾ ഇവൾ ജീവൻ രക്ഷിക്കേണ്ടത്, അതുകൊണ്ട് അയാളുടെ 2 ഓക്സിജൻ സിലിണ്ടറിൽ 1 സിലിണ്ടർ അവൾക്ക് കൊടുത്തിട്ട് ആ പ്രോഗ്രാം. ഇതൊക്കെ എത്ര ചിലവുള്ളതാണ്, കോടികൾ ചിലവുള്ളതല്ലേ അവിടെ വരെയും കയറുന്നത്. അതിൻ്റെ താഴത്തെ പീക്ക് ഇതുവരെയും കയറിയിട്ട് അതിൻ്റെ പീക്കിലോട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ ഓക്സിജൻ സിലിണ്ടർ അവൾക്ക് കൊടുത്തിട്ട് അവിടെ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് അവൾ ജീവനോട് താഴെ വന്നത്. കാലില്ല, ഒരു പ്ലാസ്റ്റിക് കാലും വെച്ചുകൊണ്ടാണ് എവറസ്റ്റ് കയറിയത്. അപ്പോൾ അവിടെ ആദ്യത്തെ ഓരോ സ്റ്റേജസിൽ അവൾ കടന്നുപോയ കാര്യങ്ങളും എത്ര വട്ടം മരണത്തെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ദൈവകൃപയല്ല കാണുന്നത് എന്തുവാണ്? വിൽ പവറാണ്. ഒരാൾ തെള്ളിയിട്ടതാണ് ട്രെയിനിൽ നിന്ന്, എന്നിട്ട് ട്രെയിൻ കാലേ കൂടി കയറിപ്പോയി. അന്ന് തൊട്ട് തുടങ്ങി അവൾ അങ്ങ് പോരാടി അങ്ങ് നിൽക്കുക. തീർച്ചയായിട്ടും സർവ്വശക്തനായ ദൈവമാണ് അവൾക്ക് ശക്തി കൊടുത്തത് എന്നുള്ളൊരു സംശയമില്ല. എങ്കിൽ അവളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ നമ്മൾ ലോകത്തിൽ ഭയങ്കര അയൺ ലേഡീസ് എന്നൊക്കെ പറയുമല്ലോ, ഉരുക്ക് മനുഷ്യരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഒരു ചെറിയ തീരുമാനം എടുത്തിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയാത്തവർ.
പിന്നെ നമുക്കെങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഫുൾനെസ്സും ഞാൻ സേവിക്കുന്ന ഒരു പ്രത്യേകതയുള്ള സർവശക്തനായ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണെന്ന് ലോകത്തോട് പറയണമെങ്കിൽ യേശു എന്നിൽ വസിക്കണം. എത്ര ശതമാനം എത്ര അളവിൽ വസിക്കുന്നോ ആ ഫുൾനെസ് എന്നിൽ വരും. അവനിൽ സകല ജ്ഞാനവും പരിജ്ഞാനവും, ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്, അത് വസിക്കുന്നെങ്കിൽ യേശു എന്നിൽ വസിക്കുമ്പോൾ അത് എന്നിൽ വരും. നമ്മുടെ ഒക്കെ കുറവുകൾ, ജീവിതത്തിലെ പരാജയങ്ങൾ എന്തുവാണെന്നറിയോ? യേശു വസിക്കാത്തതാണ്. യേശു വസിക്കാതെ ലോകത്തിലെ പല വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ വസിക്കും. അവിടെ പിന്നെ യേശു വസിക്കത്തില്ല. ഇതാരെടുത്ത് കളയണം? ഞാനിപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഓരോന്നൊക്കെ എടുത്ത് കളയാൻ പോയ പ്രശ്നമല്ലേ? നിങ്ങൾ അടുത്ത ആഴ്ചയോട്ട് വരത്തില്ല. ഞാൻ കളയാൻ ശ്രമിക്കുമ്പോഴേ നിങ്ങൾ പിണങ്ങും. അതിനേക്കാൾ എത്ര നല്ലതാണ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ ഹൃദയത്തിലെ, പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിലെ കർത്താവ് പൂർണ്ണതയിൽ വസിക്കുവാൻ കഴിയാത്ത അവസ്ഥ എനിക്കറിയാം. അപ്പം നമുക്ക് ഓരോരുത്തരും ദൈവസന്ധിയിലുള്ള നമ്മുടെ പേഴ്സണൽ ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഏകാഗ്രത കെടുത്താതിരിക്കാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. അതിനെയൊക്കെ ജയിച്ചിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യണം? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സമയം വേർതിരിച്ച്, ജോലിയുടെ മധ്യത്തിലാണെങ്കിലും ജോലിയാന്നൊന്നും പറയണ്ട, എല്ലാവർക്കും ജോലിയാണ്. കർത്താവ് 30 വയസ്സ് വരെ നല്ലപോലെ പണിയെടുത്തതാണ്, വേർത്ത് പണിയെടുത്തതാണ്, രാപകൽ പണിയെടുത്താണ്. പണി എന്തുവാന്നൊന്നും കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. അത് നല്ലപോലെ പണിയെടുത്ത് നമുക്ക് മാതൃകയായി തീർന്ന ഒരു കർത്താവിനെയാണ്. അതും നല്ലപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത്. കണക്കും ശരീരയുടെ ജോലി നിങ്ങൾക്ക് അറിയാമല്ലോ, കണക്കും പണിയും കൂടെ ഒന്നിച്ച്. അപ്പോൾ തലയും ചൂടാകുന്നുണ്ട്, ശരീരവും ചൂടാകുന്നുണ്ട്. നല്ലപോലെ പണിയെടുത്ത കർത്താവുണ്ട്. പണിയുടെ കാര്യമൊന്നും കർത്താവിനോട് പറയണ്ട. അവിടെ എല്ലാം ആ പണിയെടുക്കുന്ന സമയത്തും ദ വിസ്ഡം ഓഫ് ഗോഡ് എഴുതിയിരിക്കുന്നത്. ഹി വാസ് ഫുൾ ഇൻ സ്റ്റേച്ചർ ആൻഡ് വിസ്ഡം. ഇല്ലേ? നമ്മൾ പ്രാപിക്കേണ്ട ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. ആ പൂർണ്ണതയെപ്പറ്റി 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പൂർണ്ണത മനസ്സിലായവരൊരിക്കലും മാറിപ്പോകത്തില്ല. നമുക്കൊരു നല്ല സാധനം ഉള്ളപ്പം പിന്നെ ഒരു പന്ന സാധനത്തിൻ്റെ അടുത്തോട്ട് പോകും. ഏതൊരു വിഷയം നമുക്ക് അതിലും വലിയൊരു കാര്യമില്ല. ലോകത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരാൾക്ക് കിട്ടാവുന്നത് ഏറ്റവും ബെസ്റ്റ് കിട്ടിയാൽ പിന്നെ സാധായുടെ പുറകെ പോവോ? ഇല്ല. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ, 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശുവിൽ സകല ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും പൂർണ്ണത നിക്ഷേപം വസിക്കുമ്പോൾ ആ ജ്ഞാനത്തിൽ നിന്ന് നിങ്ങളെ ആരും എന്ത് ചെയ്യില്ല, വശീകരിച്ച് ചതിച്ച്. ഈ ചതിയൻ ആരാ? ഈ ഡിസീവർ ആരാ? അവനെ വഞ്ചകൻ, ചതിയൻ, എന്തൊക്കെയാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്? ഡിസീവർ. ഹി ഡിസീവ്സ്. അവൻ വരുന്നതേ ചതിക്കാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതേ ചതിക്കാണ്. മാറ്റിക്കളയുവാൻ. ചതിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന്. അപ്പം 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശുവിൻ്റെ പൂർണ്ണത, അതിൻ്റെ മഹത്വം. യേശുവിനെ സേവിച്ചാൽ, യേശുവിൻ്റെ കൂടെ, ഞാൻ പറഞ്ഞ ഒരു ഞായറാഴ്ച ബന്ധമല്ല ദൈവമക്കളെ. യേശുവുമായിട്ടുള്ളൊരു ബന്ധം വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോഴുള്ള ബന്ധമല്ല. യേശുവിൻ്റെ കൂടെ നടക്കുക എന്നതായിട്ട് വരുമ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൂടെ ചേർന്ന് ജീവിക്കുക, യേശു എന്നിൽ വസിക്കുക. ഞാൻ സംസാരിക്കുന്നത് യേശുവിന്. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ആരും നിങ്ങളെ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് എന്തുവാ ഇന്നത്തെ പ്രവചനങ്ങൾ, ഇന്നത്തെ വചനങ്ങൾ, ഇന്നത്തെ എന്തൊരു ലോകത്തിലൊരാൾ ആലോചന പറഞ്ഞാലും ലോകത്തിലെ പല കാര്യങ്ങളും, അത് കണ്ടോ, ലോകത്തിലെ സോ സൂപ്പർ, അത് വേണം, അത് ആർക്കും അത് എത്ര നല്ലതാണ്. ലോകത്തിലെ പല വിഷയങ്ങൾ, അതൊരു ഓബ്ജക്റ്റ് ആണെങ്കിലും, അതൊരു ഉപദേശമാണെങ്കിലും, അതൊരു ഫിലോസഫി ആണെങ്കിലും വചനവും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ നീ ഒരു ഫൂളാ, പോഷനാന്നൊക്കെ ലോകം നമ്മളോട് പറയും. ലോകത്തിലെ ജ്ഞാനികൾ നമ്മളോട് പല ആലോചനകൾ പറയും. നമ്മുടെ വീട്ടുകാർ പറഞ്ഞു തന്നിരിക്കും, കൂട്ടുകാർ പറഞ്ഞു തന്നിരിക്കും, സഭയിൽ ഇനി ആരെങ്കിലും ക്ഷീണമുള്ളവരുണ്ട് അവരും ചിലപ്പം പറഞ്ഞു തന്നിരിക്കും. അവരെയും സാത്താൻ ഉപയോഗിക്കും. കാര്യം കൂട്ടു സഹോദരൻ പറഞ്ഞല്ലേ, കൂട്ടു സഹോദരി പറഞ്ഞല്ലേ, അതൊന്നും കേൾക്കണ്ട. കാരണം പെർസ്വേസീവ് വേർഡ്സ്, ആ പറയുന്നത് സാത്താൻ ഒരു പ്രത്യേക കൃപ കൊടുക്കും. എന്തുവെന്നറിയാം? നിങ്ങളെ സത്യത്തിൽ നിന്ന് ആകർഷിച്ച് മാറ്റിക്കളയുവാൻ. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴും വലിയവനായ യേശുവിൻ്റെ കൂടെ അല്ല, അന്നവർ തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ചപ്പോൾ ആരുടെ കൂടെ നടന്നത്? സാക്ഷാൽ വലിയവനായ ദൈവത്തോടു കൂടിയായിരിക്കും. തേജസ്സിൻ്റെ ശരീരമല്ലേ. അപ്പോൾ തേജസ്സിൻ്റെ ശരീരത്തിൽ വലിയവനായ ദൈവത്തോട് കൂടി എന്ന് വെച്ചാൽ ആ തേജസ് അനുഭവിച്ചവർ മാത്രമല്ല, ആ തേജസ്സിൽ വസിക്കുന്നവർ. അല്ലേ? പിശാച് വന്ന് അവരെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ അവർ എന്തിൽ വസിക്കുവാനും? തേജസ്സിൽ വസിക്കുന്ന ആദാമും ഹവ്വയും. എത്ര ആ പെർസ്വേസീവ് വേർഡ്സ് ഒന്ന് ചിന്തിച്ച് നോക്കാം.
ആ സാത്താൻ്റെ ദൈവം ഒരിക്കൽ കൊടുത്ത ജ്ഞാനം വെച്ചിട്ട്, ആ ജ്ഞാനം ആരെ ആരാധിക്കാനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊടുത്ത ജ്ഞാനമാണ്. വാക്കുകളാൽ ദൈവത്തെ വർണ്ണിക്കുവാൻ കൊടുത്ത ജ്ഞാനമാണ്. പാട്ടുകളാൽ ദൈവത്തെ വർണ്ണിക്കുവാൻ കൊടുത്ത ജ്ഞാനമാണ്. ആ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ആദാമിനെയും ഹൗവേനെയും ദൈവം ഒരു ചതിയനാന്ന് വരെ പ്രൂവ് ചെയ്തു ഇല്ലേ? ദൈവം ചുമ്മാത് പറയുക, നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലാവും, ദൈവത്തിനത് ഇഷ്ടമല്ല, കുശുമ്പ, അസൂയ എന്ന് വരെയും അതുകൊണ്ട് പ്രസൻറ്റ് ചെയ്ത് തീർത്ത് ദൈവത്തെ അറിയാവുന്നവരെ ദൈവത്തിൽ നിന്ന് വഞ്ചിച്ച് മാറ്റിയ ആ ലൂസിഫർ, ആ സാത്താൻ ആണ് ഇന്നും ആൾക്കാരെ വഞ്ചിച്ച് അതുകൊണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണത അറിയാവുന്നവൻ, ദൈവത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ ആ പൂർണ്ണത, ആ ശക്തി, ആ ജ്ഞാനം അതറിയാവുന്നവർ ഒരിക്കലും മാറിപ്പോകത്തില്ല. നിങ്ങൾക്ക് ക്ഷീണമുള്ളപ്പോൾ നിങ്ങൾ മാറിപ്പോകും. അതല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആരും നിങ്ങളെ അതിൽ നിന്ന് എന്ത് ചെയ്യില്ല, മാറ്റിക്കളയും. ഇപ്പോൾ കൊലോസിയ സഭ, എല്ലാ സഭ, ഫിലിപ്പിയ സഭ, ഗലാത്യ സഭ ഒക്കെ ആ ക്രൂശിൻ്റെ വചനത്തിൽ നല്ല ശക്തിയോടുകൂടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, കയ്പ് ചീരെ പുളിപ്പില്ലാത്ത അപ്പമൊക്കെ കഴിക്കേണ്ടതിൻ്റെ ഇടയ്ക്ക് ബട്ടറും ജാമും ഒക്കെ ചില ബട്ടർ ആൻഡ് ജാം ജീസസിനെയൊക്കെ കൊണ്ട് പ്രസൻറ്റ് ചെയ്തു എന്നൊക്കെ ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് സുഖജീവിതവും യേശുവിൽ കൂടെ ലോകത്തിൽ കിട്ടുന്ന നന്മയും യേശുവിൽ കൂടെ ഇവിടെ രാജാക്കന്മാരായിട്ട് ജീവിപ്പിക്കുന്നു. അതൊക്കെ കുറച്ചപ്പോൾ നമ്മളും കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ സിംഹാസനമൊക്കെ ഇരിക്കുന്ന സ്വപ്നമൊക്കെ കണ്ട് ലക്ഷറി ജീവിതത്തിലൊക്കെ കാണാത്ത രാജ്യം, കാണാത്ത ദേശം, ഒന്നിനും കുറവില്ലാതെ ഈ ഒരു വർഷം വലിയ നന്മ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? കളിപ്പിക്കുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം കേൾക്കാൻ ചെവി കേട്ട് കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ അതിൽ വീണു. പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നേക്ക് അയക്കും. എന്നിട്ട് പറയും, പാസ്റ്റർ ഇതിനൊരു മറുപടി പറയണമെന്നൊക്കെ പറയും. ഞാൻ പറയും, എൻ്റെ ബ്രദറെ ഇതൊന്നും കേൾക്കാൻ പോവല്ല. ചിലതൊക്കെ മറുപടി അർഹിക്കുന്നതുണ്ട്, ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് അവർക്ക് തന്നെ അറിയാം അവർ ആത്മീയ ക്ഷീണത്തിൽ. ഇതൊന്നും അല്ല സത്യം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദൈവദാസന്മാർക്ക് അറിയാവുന്നേ, വചനം അറിയാത്ത ദൈവദാസന്മാരുണ്ടോ? അവർക്കറിയാം. പക്ഷെ ജനത്തെ ആകർഷിക്കുവാനും ജനത്തെ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്തോ ഒരു ബ്ലണ്ടർ ഇതുപോലെ പറയുന്നത് കേട്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അയക്കുന്നത് കേട്ട് പോകുന്നതാണ്. മുഴുവനും കേൾക്കത്തില്ല, ഇങ്ങനെ തുടക്കം വെക്കുമ്പോൾ തന്നെ ഒന്ന് കേട്ട് പോകുന്നത്. നമ്മൾ അപ്പോഴേ നിർത്തും. കാര്യം ഇത് കേട്ടിരുന്നാൽ കുറച്ചു നേരം കേട്ടിരുന്നാൽ നമ്മളും എന്ത് ചെയ്യും അറിയാതെ. പേഴ്സ്വേസീവ് വേർഡ്സ്. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ട്. നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും സഭയെ കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ വിശ്വാസികളുടെ ഒരു മൈൻഡ് സെറ്റപ്പ് ഞാൻ പറയുന്നത്, സ്വന്തം സഭയിലുള്ളവരെ പോലും എല്ലാവരും ഒന്ന് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒന്ന് സ്നേഹിച്ചായിരുന്നെങ്കിൽ ഈ ദേശത്തെ ഈ കൊച്ചി പട്ടണത്തിലെ സഭകളൊക്കെ എത്ര നന്നായിട്ട് നിന്നേനെ. എത്ര ഗ്രൂപ്പിസം ഉണ്ടെന്നറിയാം. കഴിഞ്ഞ ഇത്രയും വർഷം ഈ പട്ടണത്തിൻ്റെ അകത്തെ പല ആൾക്കാർ വ്യക്തിപരമായിട്ട് വീട്ടിൽ വിളിച്ച് അവരുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ വേദനയോടുകൂടി പറഞ്ഞ്, ഒരു കുടുംബം ഞാൻ ചെന്നുടനെ വർഷങ്ങളായിട്ട് 7 വർഷമായിട്ട് ഇവിടെ ഒരു സഭയിൽ പോവുക. ഒരു ദിവസം ഞങ്ങളൊരു വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ അവർ നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് വരുന്നുണ്ട്, അതുകൊണ്ട് അവരെ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ കരഞ്ഞു. അവരുടെ സഭയിൽ നിന്നുള്ള, അവരുടെ പാസ്റ്ററിൽ നിന്നുള്ള വേദന നിമിത്തം കരഞ്ഞു പോയി. ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു പോയി. പിന്നെ എന്തിനാ അവിടെ? കാര്യം അതൊരു വലിയ കൂട്ടമാണ്. അവിടെ നിൽക്കുന്നതുകൊണ്ട് പല കോണ്ടാക്ട്സ് കാണും, കാര്യങ്ങൾ കാണും. ഞാൻ പറഞ്ഞില്ല, എത്ര പേരെയാണ് സഭയിലുള്ളവരെ ദൈവദാസന്മാർക്കൊന്നും എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയാതെ, വിശ്വാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആ വേറൊരു സഭയിലുള്ള ഒരാളെ സ്നേഹിക്കുക. ഇവിടെ താൻ എവിടെ ആയിരിക്കുന്നത്? വേറൊരു ദേശത്തായിരിക്കുന്നത്. താൻ കൊലോസിയയിലുള്ളവരെയും താൻ ലവോദിക്കയിലുള്ളവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് താൻ പറയുന്നത്, നിങ്ങളിലുള്ള ആത്മീയത വളരെ സൂക്ഷ്മമായിട്ട് അവരെ ഒബ്സർവ് ചെയ്യുക. ആ സഭയിലുള്ള പലരോട് എഴുതി ചോദിച്ച് അവരെപ്പറ്റി മനസ്സിലാക്കുക. താൻ പരിശുദ്ധാത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശരിക്കുള്ള ആ സഭയിലെ ആത്മീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം കൊടുക്കുന്ന ആലോചന താൻ അവർക്ക് കഷ്ടപ്പെട്ട് ചെലവ് ചെയ്താണ്, താൻ ബുദ്ധിമുട്ടിയാണ് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതി ആൾക്കാരിൽ കൂടി ചെലവ് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, നാം ഓരോരുത്തരുടെ അവരോരോ സഭയിലെ ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ പലപ്പോഴും പലരും പറയുന്ന ഒരു ചോദ്യമാണ്, വേറൊരു സഭയിലെ ആൾക്കാർ, ഇനി വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരാൾ, അവർക്കൊക്കെ വല്ല ഗുണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ക്രിസ്തുവിൻ്റെ മനസ്സാണോ നമ്മുടെ? യേശു വന്ന് യേശുവിൻ്റെ സഭയിലുള്ളവരോട് മാത്രമാണോ പ്രസംഗിച്ചത്? യേശു എങ്ങനെ ശിഷ്യന്മാരെ ആക്കിയത്? താൻ പബ്ലിക്കിനോടല്ലേ പ്രസംഗിച്ചത്?
അത് താൻ അത് കേട്ട് പിൻപറ്റിയവരെ താൻ എന്ത് ചെയ്തു? ട്രെയിൻ ചെയ്ത് വചനത്തിൽ ആഴങ്ങളിലേക്ക് താൻ നടത്തി, ഇല്ലേ? സോ അപ്പോൾ ഇവിടെ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. നിങ്ങളുടെ ക്രമവും 2 കാര്യം കണ്ടാലേ എനിക്ക് സന്തോഷം വരത്തുള്ളൂ. നിങ്ങൾ ചുമ്മാ കർത്താവ് പണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ ഏതാണ്ടൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ദൈവമക്കൾക്ക് സാക്ഷ്യം പറയാനുള്ളത്. ഇത് ദൈവമക്കൾക്ക് മാത്രമല്ല, എത്ര പേരാ പറഞ്ഞ് കൃപാസനത്തിൽ പോയി, വേളാങ്കണ്ണി പോയി, മാതാവിടെ പോയി, ശബരിമലയ്ക്ക് പോയി, അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ്. പണ്ടൊന്നും ഇല്ലാതെ ഇപ്പോഴുണ്ട്. അതൊന്നും അല്ല സാക്ഷ്യം. സ്തോത്രം. എത്രത്തോളം ക്രിസ്തു എന്നിൽ വസിക്കുന്നു, എത്രത്തോളം ഞാൻ ക്രിസ്തുവിനെ പോലായി, അതിൻ്റെ ഒരു അനുഭവം നമുക്ക് പറയുവാൻ പറ്റണം, ഇല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ കണ്ട് താൻ കറക്റ്റായിട്ടുള്ളൊരു ദൈവദാസനാണ്. താൻ അതും ഇതൊന്നും കണ്ട് സന്തോഷിക്കത്തില്ല. നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങളുടെ ക്രമം, യുവർ ഗുഡ് ഓർഡർ എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഓർഡർ, നിങ്ങളുടെ ജീവിതത്തിലെ ക്രമം. ഈ ക്രിസ്തീയ ജീവിതം ഒരു ക്രമത്തിൻ്റെ ജീവിതമായില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞില്ലേ, നമുക്ക് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ വിഷമമാണ്. നമ്മളൊക്കെ പേരൻസ് ആണല്ലോ. നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്തുവാ? ടീച്ചേഴ്സായിട്ടുള്ളവർ കാണും ഇവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നാ? ഈ കോടതി പോലും ഇടയ്ക്കിടയ്ക്ക് ആ ചുറ്റിക എടുത്തിട്ട് അടിക്കുന്ന എന്തിനാണ്? ഓർഡർ 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 എന്ന് പറഞ്ഞ് അടിക്കുന്നത്. കാരണം അവിടെ എന്തുവാ? വാദവും തർക്കവും ഒരു കൺക്ലൂഷനിലേക്ക് വരുവാൻ കഴിയുന്നില്ല. നിയമം പ്രമാണിക്കുവാൻ ആർക്കും എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ടീച്ചേഴ്സിനുമുള്ള ഇടയ്ക്കിടയ്ക്ക് കിടന്ന് അലയ്ക്കുന്ന ടീച്ചേഴ്സിന് എന്തിനാ? ഒന്ന് ഓർഡറായിട്ട് കൊണ്ടുവരുവാൻ. പോലീസ് എന്തിനാ? ക്രമസമാധാനം കൊണ്ടുവരുവാൻ. അപ്പോൾ ഈ ക്രമം, ജീവിതത്തിൽ ഒരു ക്രമം വേണം ക്രിസ്തീയ ജീവിതത്തിൽ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക 2 കാര്യങ്ങൾ. നിങ്ങൾ ഭൗമികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നടന്നോ, ഇതൊന്നും അല്ല അപ്പോസ്തലൻ പറയുന്നത്. ദൈവദാസന്മാരൊക്കെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ പറഞ്ഞാണ് ജനങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നത്. അപ്പോസ്തലന് പറയുവാനുള്ള ഒന്ന്, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ക്രമം, എ ഗുഡ് ഓർഡർ. ഞാൻ അതിന് വളരെ ഊന്നൽ കൊടുക്കുന്നു. കാരണം കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കണം. അല്ലാതെ കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കത്തില്ല. അപ്പോൾ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ക്രമം. 2ാമത് വിശ്വാസത്തിലുള്ള ദ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിലുള്ള സ്ഥിരത. ഞായറാഴ്ച ഭയങ്കര ആത്മീയത, വിശ്വാസമാണ്, പ്രമാണമാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തൊട്ട് ലോകമേ ലോകം ഫുൾ ലോകത്തിലെ തിങ്കളാഴ്ച തൊട്ട് പിന്നെ ലോകത്തിലേക്ക് അങ്ങ് ഇറങ്ങുക. അവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് സഭയൊന്ന് കൂടിയാൽ കുറഞ്ഞ വർഷം ഈ ക്രമമൊക്കെ ഇടയ്ക്കൊന്ന് ഓർക്കാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്വമാണല്ലോ, ദേശത്തെ ഞങ്ങളെ സഭയായിട്ട് ആക്കിയിരിക്കുന്നല്ലോ, പ്രവർത്തിക്കണം കർത്താവിന് വേണ്ടി എന്നൊക്കെ ഒന്ന് ഓർക്കും. പിന്നെ ഞായറാഴ്ചയാണ് പിന്നെ പൊടിയൊക്കെ തട്ടി രാവിലെ വലിയ പാടാണ്. ഞായറാഴ്ച എഴുന്നേറ്റ് വരാൻ തന്നെ വലിയ പാടാണ്. സ്തോത്രം. അങ്ങനെ ആക്കി തീർക്കുക നമ്മളെ. ഇവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്ഥിരത. ഓരോ ദിവസവും നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരമായിട്ടിരുന്നാൽ, ദ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് യുവർ ഫെയ്ത്ത്, നോട്ട് വേവറിങ്, ഇല്ലേ? സ്റ്റെഡ്ഫാസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? അപ്പ് ആൻഡ് ഡൗൺ. ആ തിരമാല പോകുന്ന പോലെ ചില സമയത്ത് നല്ല 2 അടി ദൈവത്തിൻ്റെ ഇത് കൊള്ളുമ്പോൾ ഭയങ്കര പ്രാർത്ഥന, പിന്നെ അങ്ങ് ഭയങ്കര ദൈവസന്ധിയിൽ സമർപ്പണ, കർത്താവ് പറഞ്ഞ പോലെ ജീവിച്ചോളാം. എല്ലാം ജീവിതത്തിൽ സന്തോഷമായി തീരുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ തീരുമാനങ്ങളെടുക്കും, ജീവിക്കും. പിന്നെ അങ്ങ് നമ്മൾ മറക്കും നമ്മൾ ആരാന്നും, സുവിശേഷകരാണോ, നമ്മൾ എന്തിനാ കർത്താവ് ജീവൻ തരുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും ദൈവസന്ധിയിൽ നിൽക്കുന്നത്. ഓർത്തോണം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സ്ഥിരത, കർത്താവുമായിട്ട് എന്നും ഒരു ബന്ധം, അത് മാത്രമേ എനിക്ക് ഓർപ്പിക്കാനുള്ളൂ. അത് മാത്രമേ എനിക്ക് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും മറ്റുള്ള പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ 2 കാര്യങ്ങൾ ഞാനതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ ബൈബിളിൻ്റെ അകത്ത്. സഭയോട് പറയുക യുവർ ഗുഡ് ഓർഡർ, കർത്താവിലുള്ള ക്രമം. 2ാമത് വിശ്വാസത്തിൻ്റെ സ്ഥിരത. അതിൽ ഒരു വർധന വരുമ്പോൾ ഞാൻ കർത്താവിൽ സന്തോഷിക്കും. അല്ലെങ്കിൽ ഒന്നും സന്തോഷിക്കാനില്ലത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സ്നാനപ്പെട്ടു. കൊലോസിയയിലെ സഭയോട് പറയുക, നിങ്ങൾ ആൾ കൂടി കാണും, സഭ വലുതായി കാണും, പ്രസ്ഥാനം വലുതായി കാണും, ബ്രാൻഡിങ്ങോ ലോഗോയോ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റോ അതിൻ്റെ പ്രമോഷൻസോ അതിൻ്റെ എന്തൊക്കെ ഇവൻറ്റ്സോ
ഭയങ്കരമായിട്ട് പട്ടണത്തിൽ ചിലപ്പം ഒരു സഭകളൊക്കെ ചെയ്യുന്നില്ലേ, സഭയെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ ആൾക്കാർ ഭയങ്കരമായിട്ട് നിങ്ങൾ ആകർഷിച്ച് കാണും, കൂട്ടിക്കാണും. അതിലൊന്നും അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയും ഒരു സന്തോഷവുമില്ല. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ കുറച്ച് പേരേ ഉള്ളൂ, ഒത്തിരി പേരുണ്ടോ എന്നല്ല, ഉള്ളവർ ക്രിസ്തുവിൽ ക്രമം. നമ്മുടെ ജീവിതം ഈ ആഴ്ചത്തേക്കാൾ അടുത്ത ആഴ്ച അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് കേട്ടോ ദൈവമക്കളെ. കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന സമയം, കർത്താവിന് വേണ്ടി സ്തോത്രം, ഓരോ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സമയം, അതിൻ്റെ അകത്തൊരു വ്യക്തിത്വ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് ഇല്ലേ. നമ്മുടെ ഈ ഒരുമാതിരി ഉണ്ടല്ലോ, നാട്ടിൽ പറയുമല്ലോ, എന്തോ വടി വെച്ചെടുത്ത് ഒരു തീരുമാനം എടുക്കും, പിന്നെ അതിൽ നിൽക്കത്തില്ല, പിന്നെ വേറൊരു കാര്യം പറയും, അതിൽ നിൽക്കത്തില്ല, പിന്നെ അവിടെ വെച്ചെടുത്ത് പിന്നെ അതൊക്കെ അവിടെ കാണത്തില്ല. ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കാറുണ്ട്, അത് കൊടുക്കത്തില്ല, വാങ്ങിക്കാറുണ്ട്, ചെയ്യേണ്ട സമയത്ത് ചെയ്യത്തില്ല. നമ്മുടെ ഒരു ലൗകിക സ്വഭാവമായത്, ഇതൊരു ജഡീക സ്വഭാവം, ഇത് മനുഷ്യർക്കെല്ലാം ഉള്ള ഒരു സ്വഭാവം. അതങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ വ്യക്തിത്വ പ്രശ്നങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് മാറിയിട്ട് ജീവിതത്തിൽ എന്തുണ്ടാകണം ദൈവമക്കളെ? ഒരു ക്രമമുണ്ടാകണം. ക്രിസ്തുവിൽ ഒരു ക്രമവും വിശ്വാസത്തിൻ്റെ സ്ഥിരതയും അത് കണ്ടിട്ട് വേണം. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഐ എം ആബ്സെൻ്റ് ഇൻ ഫ്ലഷ്, ശാരീരികമായിട്ട് ഐ എം നോട്ട് ദേർ. പക്ഷേ അത് കാണുമ്പോൾ, അത് വർദ്ധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അതിനുവേണ്ടി കഷ്ടപ്പെട്ട ദൈവദാസനും സന്തോഷം ഉണ്ടാവും എന്നാണ് അപ്പോസ്തലൻ അവർക്ക് എഴുതുന്നത്. 6-ാമത്തെ വാക്യം, വേഴ്സ് 6. അവർ ജാതികളായിട്ടുള്ളവരുണ്ട്, യഹൂദന്മാരുണ്ട്. യഹൂദന്മാരുടെയും പഴയ നിയമ പ്രമാണമാണല്ലോ, അവർ ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ജാതികളായിട്ടുള്ള കൊലോസ്യ ദേശവും യെരുശലേമിൽ നിന്ന് ചിതറി വന്ന യഹൂദന്മാരാണെങ്കിലും യു ഹാവ് റിസീവ് ക്രൈസ്റ്റ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, യു ഹാവ് റിസീവ് ക്രൈസ്റ്റ്. റെഡിയായി, എല്ലാം ശരിയായി, സ്നാനപ്പെട്ടല്ലോ. ഇനി എന്തുവാ? സ്വർഗദീപം ഇല്ലേ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം എന്തുവാ? സ്വർഗം ഉറപ്പാണ്. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ, യു ഹാവ് അക്സെപ്റ്റഡ് ജീസസ്, സ്വീകരിച്ച പോലെ എന്ത് ചെയ്യണം? അവനിൽ നടക്കണം. വാക്ക് വിത്ത് ജീസസ് എന്ന് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. വാക്ക് ഇൻ ഫെലോഷിപ്പ് വിത്ത് ജീസസ്. അവൻ്റെ കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ കൂട്ടായ്മയല്ല, യേശുവുമായിട്ടുള്ള കൂട്ടായ്മ. മനസ്സിലായില്ലേ? വാക്ക് വിത്ത് ജീസസ്, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ടാൽ പോരാ, സ്നാനപ്പെട്ടാൽ പോരാ, ഞായറാഴ്ച ഉച്ചവരെ 10 മണി തൊട്ട് 12:30 വരെ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നാൽ പോരാ, ആ യേശുവുമായിട്ട് എന്നും നടക്കണം. അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. എൻ്റെ സ്വയം പൊങ്ങി വരത്തില്ല, എൻ്റെ ജഡം പൊങ്ങി വരത്തില്ല. ലോകവിഷയം പിശാച് കൊണ്ട് പല വിത്തുകൾ കൊണ്ടിട്ടാലും അതവിടെ വളരത്തില്ല. ഈ പരിപ്പ് ഇവിടെ വേവത്തില്ലെന്നൊക്കെ ലോകമനുഷ്യർ പറയുന്ന പോലെ പിശാചേ നിൻ്റെ വിത്തുകളൊന്നും പാകിയാലും ഇവിടെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്റ്റ് മീ. അതിവിടെ ഒരു എഫക്റ്റും അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ കർത്താവിൽ വളർന്നുകൊണ്ടിരിക്കുക, വാക്കിംഗ് വിത്ത് ജീസസ്. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ. ആമോസ് 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ ദേവദാസന്മാർ കല്യാണത്തിന് സ്ഥിരം എടുത്തുനിന്ന് ഓർപ്പിക്കുന്ന ഒരു വാക്യമാണ്. 2 പേര് ഒത്തല്ലാതെ അവർക്ക് ഒന്നിച്ച് നടക്കാൻ പറ്റത്തില്ല. അൺലെസ് 2 people unite together they can't walk together എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 പേര് ചേരാതെ, മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്ന 2 പേര് ഒത്തു നടക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങൾക്ക് ചേർന്ന് നടക്കുവാൻ കഴിയത്തില്ല. നമ്മൾ നടക്കുന്ന പരിശുദ്ധനായ ഒരു സൈഡിൽ ആരാ? പരിശുദ്ധനായ ദൈവം, സ്തോത്രം. ഇങ്ങേ സൈഡിലോ വെറും ലോകമനുഷ്യരായ എല്ലാവരും ബീയിങ് ഹ്യൂമൻ. എന്തുവാ? ഞാനൊരു പച്ച മനുഷ്യനിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. അപ്പം ഹ്യൂമൻ മനുഷ്യനല്ലേ. ഓരോരുത്തർ പറയുന്ന എക്സ്ക്യൂസാണ്. ഞാൻ എത്ര ആൾക്കാരോട് ഓരോ വിഷയം ഓർപ്പിക്കുമ്പോൾ, പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ, തെറ്റിപ്പോവും, മനുഷ്യരല്ലേ, പാപമൊക്കെ ചെയ്യും, മനുഷ്യനല്ലേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ജഡത്തിന് തോന്നുമ്പോൾ അതൊക്കെ ചെയ്തേലേ പറ്റൂ. എത്ര പേര് കൗൺസിലിങ്ങിലും ഓരോ വിഷയത്തിലും ഇതുപോലത്തെ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ആരുടെ കൂടെ നടക്കുന്നത്? മനുഷ്യനാ തെറ്റിപ്പോകാൻ സാഹചര്യമുണ്ട്, ചാൻസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തതാണ്? കർത്താവിൻ്റെ കൈ മുറുകെ പിടിച്ച് നടന്നോണം. കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ച് നടന്നോണം. വാക്കിംഗ് വിത്ത് ജീസസ്, യേശുവിൻ്റെ കൂടെ നടക്കുവിൻ. അവനെ കൈക്കൊണ്ടതുപോലെ കൊലോസ്യ സഭയോട് ഓർപ്പിക്കുക, നിങ്ങളായിരിക്കുന്ന ഒരു ദേശശക്തിയുടെ മധ്യത്തിലാണ്.
നിങ്ങളായിരിക്കുന്ന ഒരു അന്യാരാധന ശക്തിയുടെ മധ്യത്തിലാണ്. നിങ്ങൾ 10 മണിക്കായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യം ചിന്തിക്കുന്നത്. ഇവിടെ ദേശത്തിലെ ആൾക്കാരെങ്ങനാ, മുസ്ലിംസ് എങ്ങനാ, അവർ ആദ്യത്തെ നമാസ് എപ്പോഴാണ്? അതിരാവിലെയാണ്, 5:30 ഏതാണ്ട് അല്ലേ. പിന്നെ രാത്രി 6:30-7 വരെ ഉണ്ട് അവർക്ക് നമാസ്. ബാക്കിയുള്ളവരൊക്കെ പള്ളിയിൽ പോകുന്നതൊക്കെ രാവിലെ 4 മണിക്ക് പോകുന്നവരുണ്ട്, കുളിച്ചൊരുങ്ങിപ്പോവും 4 മണി. നമ്മളോ ആ സമയത്ത് ഒന്നുകൂടി ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, പിന്നെ ഒന്ന് ചിലർ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് 2 ആടിയിട്ട് പിന്നെ ആടിയും കിടക്കുന്നതാണ്. എല്ലാം കർത്താവ് ചെയ്യുന്നില്ല, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് കഷ്ടപ്പെട്ട് ഉറക്കം കളഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ കൂട്ടു സഹോദരൻ്റെ കാര്യം അവരുടെ കാര്യമല്ലേ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ കണ്ണുനീരോടുകൂടി ഇരുന്നോളും. മനുഷ്യൻ, ഞാൻ പറഞ്ഞ ലോക മനുഷ്യരെപ്പോൾ സ്വാർത്ഥരായി തീരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന അതിരാവിലെ തൊട്ട് പാതിരാത്രി വരെ ബോധമുള്ളപ്പോഴൊക്കെ, ഉറക്കത്തിലും ബോധമുള്ളപ്പോഴും എല്ലാം യു വാക്ക് വിത്ത് ജീസസ്. അവനെ കൈക്കൊണ്ടതുപോലെ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടപ്പീൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുപോലെ നിങ്ങൾ കർത്താവിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ, അല്ലെ കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടു. അതോടുകൂടി തീർന്നില്ല. നിങ്ങൾ അവസാനം അക്കരെ എത്തണമെങ്കിൽ, കനാലിൽ എത്തണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ക്രിസ്തുവിനോടുകൂടി നടക്കണം. ദൈവം ഒരു പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും കർത്താവ് ടോളറേറ്റ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ ലോകം കയറുമ്പോൾ കർത്താവ് എന്നോടുള്ള നടപ്പ് മാറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവും. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും. അത് വരാതിരിപ്പാൻ യോഹന്നാൻ നിന്ന് ഞാനൊരു വാക്യം വായിക്കാം. 1 John chapter 2 verse 6. യോഹന്നാൻ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, എല്ലാവരും പറയുന്നു ഞാൻ ആത്മീയനാണ്, ഞാൻ കർത്താവിലാണ് വസിക്കുന്നത്. മുന്തിരിവള്ളി ഇതൊക്കെ നമ്മൾ സ്ഥിരം വായിക്കുന്ന, ഞാനൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ഈ ചാർട്ടാണ് കാണുന്നത്. മുന്തിരിവള്ളി കാട്ടുവായിരുന്നു നമ്മളെ കർത്താവിനോട് ചേർന്നു. ഈ ചാർട്ട് കണ്ട് ഇത് പല ഭാഷകളിൽ ഈ ക്ലാസ് കേട്ടാണ് ഞാനും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. സ്തോത്രം. നമുക്ക് ഈ കാര്യമെല്ലാം നമുക്കറിയാം, ഇതിൻ്റെ സയൻസൊക്കെ നമുക്ക് അറിയാം, ഈ ഗ്രാഫ്റ്റിങ്ങും ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഒരു യോഗ്യത ഇല്ലാതെ പുറത്ത് കിടന്ന് നമ്മളെ കർത്താവിൻ്റെ കുടുംബത്തിലെ അംഗമാക്കിയെന്ന് വരെ നമുക്ക് മനസ്സിലായി. ഇവിടെ എന്തു എഴുതിയിരിക്കുന്നത്? അവനിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അവൻ നടന്നതുപോലെ നിങ്ങൾ പ്രൈസ് ലോർഡ്. നമുക്കൊരു റോൾ മോഡലുണ്ട്, ക്രിസ്തു നടന്നതുപോലെ. നിന്നൊക്കെ ആവശ്യത്തിന് അനുഭവിച്ചു, നമുക്കത് വലിയ വിഷമമാണ്. ഒരു കല്യാണ സദ്യയ്ക്ക് വിളിച്ചിട്ട് എല്ലാ ട്രിപ്പും കഴിഞ്ഞു, എന്നിട്ടും കർത്താവ് ശിഷ്യന്മാരൊക്കെ പുറത്താന്ന് പറയുമ്പോൾ കർത്താവിന് ഓരോ സ്ഥലത്തും കിട്ടിയ മാന്യത, ഒരു മാന്യതയും കർത്താവിന് കിട്ടിയില്ല. കാശൊന്നും കർത്താവിൻ്റെ കയ്യിലില്ല, ടാക്സ് അടയ്ക്കാൻ. വിശന്നപ്പം ആഹാരം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? വിശന്നാൽ അപ്പോഴും ഏത് പാതിരാത്രിയിലും വിശന്നാൽ ഉടനെ എന്തുവാ? സ്വിഗ്ഗി ഓർഡർ ചെയ്യുക, സൊമാറ്റോ ഓർഡർ ചെയ്യുക, സാധനം വരുത്തുക, കഴിക്കുക. കർത്താവിനെ വിശന്നപ്പോൾ കഴിക്കാനില്ല, അതിൻ്റെ അടുത്തുള്ള ആടെ അയ്യത്തുനിന്ന് എന്ത് ചെയ്തു? ചോളം പറിച്ച് തിന്നു, പച്ചയ്ക്ക്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ടീം വർക്കിന് വടക്കിൻ്റെയിൽ. വിശന്നപ്പോൾ പച്ചച്ചോളം നല്ല രുചിയാണ് കഴിക്കാൻ കേട്ടോ, പറിച്ച് തിന്നിട്ടുണ്ട്. വിശന്നിട്ട് തന്നെ കർത്താവിൻ്റെ വേലയിൽ നടന്ന് വിശന്നിട്ട് അവിടെ വളരെ ചീപ്പാണ്. പിന്നെ നമുക്ക് ആരുടെയും ഫാമിൽ നിന്ന് പറിക്കാം, നമുക്ക് തിന്നാൻ വേണ്ടി മാത്രം, കൊണ്ടുപോകാനല്ല. പറിച്ച് തിന്നിട്ടുണ്ട്, നല്ല രസമാണ്, വയറിനൊന്നും ഒരു അസുഖം വരത്തില്ല. അങ്ങനെ പറിച്ച് കർത്താവ് തിന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് നടക്കണോ, നിങ്ങൾ കർത്താവിനടുത്ത് ചെല്ലണോ, യു ഹാവ് ടു വാക്ക് ലൈക്ക് ജീസസ് വാക്ക്. ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾ എന്താണേലും പെറുപെറുക്കാതെ അതിൽ കൂടെ കടന്നു പോകണം. ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ കർത്താവിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അവൻ നടന്നതുപോലെ നിങ്ങൾ എഴുതി വെക്ക. ചാർട്ടിൽ ഒന്ന് വലുതായിട്ട് എഴുതി വെക്ക, വീട്ടിലോട്ട് കയറുമ്പോൾ കാണട്ടെ. രക്ഷിക്കപ്പെട്ടു, അവനെ കൈക്കൊണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അവനിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, യേശു നടന്നതുപോലെ നീ നടക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് എക്കോ ചെയ്യട്ട്. ഞായറാഴ്ച മാത്രമല്ല, നമ്മൾ ഈ ഒരു വചനഭാഗം കൊലോസിലെ ഈ ഒരു ഭാഗം പഠിച്ച് നമ്മൾ പിന്നെ മുൻപോട്ടാണ് പോകുന്നത്. പിന്നെയും അടുത്തൊരു പുസ്തകം പഠിക്കും, ചിലപ്പോൾ ഒരു പ്രവചന പുസ്തകം പഠിയ നിമിത്തത്തിൽ നിന്ന് ഇത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു തന്നിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പുസ്തകം പഠിച്ചു പോവുക. ചിലപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ല, പക്ഷേ ലെറ്റ് ഇറ്റ് എക്കോ ഇൻ ആ ഹാർട്ട്. ഹൃദയത്തിൽ അതങ്ങ് എഴുതി വെക്ക്, കൊത്തിവെക്ക്, എൻഗ്രേവ് ഇറ്റ്. യേശു നടന്നതുപോലാണ് നീ നടക്കേണ്ടത്. ഞായറാഴ്ച ഉച്ചവരെ മാത്രമല്ല, എപ്പോഴും.
അതിനകത്ത് ഒത്തിരി വിഷയങ്ങളുണ്ട്. പരിശുദ്ധനായ ദൈവം നടന്നതുപോലെ നിങ്ങൾ നടക്കണം. എന്നാൽ മാത്രമേ കർത്താവിനോട് കൂടി ചേർന്ന് നടക്കുവാൻ, അല്ലെ എന്നാൽ മാത്രമേ കർത്താവ് നിന്നിൽ വസിക്കത്തുള്ളൂ. 7-ാമത്തെ വാക്യം, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കും. അവനിൽ വേരൂന്നി, ഞാൻ പറയില്ലേ, യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവും, നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവും, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഗോൾ. യേശുവിനോട് എപ്പം ചോദിച്ചാലും പറയും, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാണ് എൻ്റെ ആഹാരം. എൻ്റെ ആഹാരം എന്തുവാ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക, അവൻ്റെ ഇഷ്ടം ചെയ്യുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. താൻ ദൈവമാണ്, പക്ഷേ ഒരു മനുഷ്യനായിട്ട് വന്നു, നമുക്കൊരു മാതൃകയായിട്ട് തീർന്നു. അവനെ പിൻപറ്റുവാനാണ് കർത്താവ് സ്നാനപ്പെട്ടതും. അല്ല, ദൈവത്തിന് സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ഓരോ പ്രാവശ്യവും ഇത് പറയുന്നത് എന്തിനാണ്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക. നമ്മൾ അങ്ങനെ ആയിത്തീരണം, യേശുവിനെ പോലെ ആയിത്തീരണം. അപ്പം ഒറ്റ ഫോക്കസ്, ഒറ്റ ഗോൾ. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഒക്കെ ഫോക്കസ്, ഗോൾ, ആഗ്രഹം, കുറച്ച് വർഷം കഴിഞ്ഞ് എനിക്ക് ഇന്നതായി തീരണം, എനിക്ക് ഇതുപോലായി തീരണം. നമ്മുടെ ഫിനാൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ ഇന്ന മാറ്റം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, അവനിൽ വേരൂന്നി, അവനിൽ അടിസ്ഥാനപ്പെട്ട്. എന്നിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആത്മീയ വർധന. യേശുവിൽ വേരൂന്നി, യേശുവിൽ അടിസ്ഥാനപ്പെട്ട് ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നെ. ഞാൻ പറഞ്ഞു, ഉപദേശമായി ഇഷ്ടമല്ലാത്ത ഉപദേശിച്ചാൽ അപ്പം നമ്മൾ റിബലാം. അതേത് രീതിയിൽ, അത് വ്യക്തിപരമായിട്ടാണെങ്കിലും, അതിനി വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് സംസാരിച്ചാലും ഈ ജഡത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. പിന്നെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച് പല കാര്യത്തിലും അനുഭവത്തിൽ കൂടെ ഒക്കെ പഠിപ്പിച്ചാണ് അത്. സ്തോത്രം. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്ന ഉപദേശിച്ച് തന്ന ഉപദേശപ്രകാരം നടന്നും വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഓരോന്ന് ഞാൻ സമയമെടുത്ത് ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എത്ര ക്ലിയറാണ് മലയാളത്തിൽ അവിടെ എഴുതിയിരിക്കുന്നില്ലേ? വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവിടെ എല്ലാം ഒരു സ്റ്റഡിനെസ് അവിടെ കാണും. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കവിയണം. വിത്ത് താങ്ക്സ് ഗിവിങ്. കർത്താവ്, എന്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചാലും സ്തോത്രം. പെറുപെറുപ്പ് നിർത്തുക, കംപ്ലൈൻറ്റ് നിർത്തുക, സ്തോത്രത്തിൽ കവിയണം. വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിയണം. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സ്തോത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. യു കാൺട്ട് ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. ഈ ഒരു പാട്ട് പാടുമ്പോൾ ഇവിടുന്ന് സ്തോത്രം പറയുന്നതല്ല സ്തോത്രം. ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ എന്നെ ഒരു സ്തോത്രം പറയാത്ത 2 സ്തോത്രം പറഞ്ഞതെന്നൊന്നും പറയിപ്പിക്കുന്നതല്ല. ഈ സ്തോത്രം പറഞ്ഞിട്ട് ചില സഭക്കാരൊക്കെ പറയുന്ന പോലെ സ്തോത്രം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്കറിയാം. അങ്ങനെ രീതി തന്നെയുണ്ട്. ഞാൻ അവരുടെ കൂട്ടായ്മയിലും പോയിട്ടുണ്ട്. നമ്മുടെ പല സ്നേഹിതരുണ്ട്, ചില ദൈവദാസന്മാരുണ്ട്. അങ്ങനെ ദൈവദാസന്മാർ സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ പോകാൻ അവസരം ദൈവം തന്നിട്ടുണ്ട്. ഈ സ്തോത്രം പറയുമ്പോൾ നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നും ഹൃദയത്തിൽ നിന്നല്ല, അതൊരു ശീലമാണ്. അതിങ്ങനെ വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. ചെന്നൈയിലാണ് അവർ ആസ്ഥാനം, ഇവിടെ ഇന്ത്യയിൽ. അതുകൊണ്ട് അവിടുന്ന് ട്രെയിൻ ചെയ്ത ദേവദാസന്മാർ അങ്ങനെ ശീലിച്ചുകൊണ്ട് അത് ഇവിടുത്തെ മലയാളി വിശ്വാസികളും ആ ഒരു തമിഴ് ചൊവ്വയിലാണ് പറഞ്ഞത്. സ്തോത്രം എന്ന് പറഞ്ഞു. നമ്മളാണ് എൻ്റെ മലയാളം വേർഷൻ സ്തോത്രം. പ്രശ്നങ്ങൾ വരുന്നു സ്തോത്രം. സ്തോത്രത്തിൽ കവിവ എന്ന് പറഞ്ഞ് എന്തുവാ? ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. സംസ്കൃത പദമാണ്. നന്ദി കരേറ്റാൻ. നന്ദി കർത്താവേ, താങ്ക് യു ലോർഡ്. എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ പരീക്ഷകൾക്കായിട്ട്, നന്മയ്ക്കായിട്ട് മാത്രമല്ല സ്തോത്രം, എല്ലാ കഷ്ടതയ്ക്കായിട്ടും പരീക്ഷകൾക്കായിട്ടും. അപ്പം വിശ്വാസത്തിൽ സ്ഥിരതയിൽ വളർന്ന് സ്തോത്രത്തിൽ കവിയ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വാക്യത്തിൽ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് യേശുവിൽ വസിക്കുക, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ പേഴ്സണാലിറ്റി, ആ ഗോൾ, ആ ഫോക്കസ്. നമുക്ക് ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിശാച് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ കളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ആ കുടുംബത്തിൻ്റെ ഗോൾ മാറിപ്പോകുമ്പോൾ, ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറിപ്പോകുമ്പോൾ. ഫോക്കസ് എന്തുവാ? ഞാൻ ക്രിസ്തുവിൽ വളരണം, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കണം, കൊണ്ടുവരണം. ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരണം. ഇത് പറഞ്ഞു കൊടുത്ത് അനേകരെ സ്നാനപ്പെടുത്തി യേശുവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അതല്ലേ നമുക്ക് തന്നിരിക്കുന്ന മിഷൻ. അപ്പം സ്തോത്രം. ഡിസൈപ്ലിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് അതേഴ്സ്. പഠിപ്പിക്കുക, ട്രെയിൻ ചെയ്യുക. നമ്മളെല്ലാം നല്ല ട്രെയിനേഴ്സായി തീരണം, ഇല്ലേ? മറ്റുള്ളവരെ ദൈവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ. അപ്പം നമ്മുടെ ഗോൾ എന്തുവാ? ഞാനും എൻ്റെ കുടുംബവും അങ്ങ് സ്വർഗത്തിൽ പോകണം എന്നാണോ ഗോൾ? അല്ല.
അനേകരെ, പ്രൈസ് ലോർഡ്, ഈ അനേകരെ തള്ളിവിട്ട് അവസാനം നമ്മളങ്ങ് നരകത്തിൽ പോകുന്ന അവസ്ഥയെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ബലത്തോടുകൂടി നിന്നിട്ട് വേണം ഓരോരുത്തരെ കർത്താവെങ്കിലേക്ക്. നമ്മൾ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ പറയുന്ന പോലെ ഈസ് എ ഫേം ഫൗണ്ടേഷൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സ്ഥിരമായ പാറയല്ലേ. ശമൂവേൽ പ്രവാചകൻ പുസ്തകത്തിൽ ഹന്നായിക്കൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ എൻ്റെ ദൈവത്തെ പോലൊരു പാറ വേറെ ഇല്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തു എന്ന പാറ, a firm foundation. അവനിൽ വേരൂന്നിയ വ്യക്തി ഒരു കാലത്തും മാറിപ്പോകത്തില്ല. ഒത്തിരി വാക്യങ്ങളുണ്ട്. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് മാത്രം ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. 1 Corinthians chapter 3 verse 11. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയത്തില്ല. എല്ലായിടത്തും ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ക്രിസ്തു എന്ന പാറ, നമ്മൾ മാറിപ്പോകാതെ സ്ഥിരതയോടുകൂടി വേരൂന്നി അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളോ കഷ്ടതയൊന്നും നമ്മളെ തളർത്തിക്കളയാതെ വേരൂന്നാത്തതൊക്കെ നമ്മൾ എന്തെങ്കിലും വിഷമോ കളനാശിനിയോ ചൂടുവെള്ളം ഒഴിച്ചാലോ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കിയ മരമാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, അത് കരിഞ്ഞു പോകും. പക്ഷെ തായ് വേരുള്ള ഡീപ്പ് റൂട്ടഡ് വേരൂന്നി പോകുന്ന ഒരു വൃക്ഷം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഉണങ്ങിപ്പോകത്തില്ല. അങ്ങനെ കൃപയോടുകൂടി ബലത്തോടുകൂടി നിൽക്കുവാനാണ് കർത്താവ് ഓർപ്പിക്കുന്ന 8-ാമത്തെ വാക്യം. വീണ്ടും എഴുതിയിരിക്കുക. നേരത്തെ നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിച്ച പോലെ ആരും നിങ്ങളെ തത്വജ്ഞാനം, വെറും വഞ്ചന, ലോകത്തിൻ്റെ സമ്പ്രദായം, അതൊക്കെ നമുക്ക് മനസ്സിലായില്ലേ. ലോകം എല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാവരും ഇങ്ങനെയൊക്കെ മക്കളെ അങ്ങനെയൊക്കെ വിടുന്നു, ഞാനും എന്ത് ചെയ്യുന്നു, വിടും. എല്ലാവരും ജോലിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാനും ജോലിയിൽ ഇങ്ങനെ. എല്ലാവരും കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാനും. അതാണ് ഈ ലോകത്തിൻ്റെ സമ്പ്രദായം. ലോകത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ചല്ല, പാരമ്പര്യം അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു യുവർ ട്രഡീഷൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഞങ്ങൾ പിതാക്കന്മാർ തൊട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ വളർന്ന ദേശത്ത് അല്ലെങ്കിൽ മലയാളികളൊക്കെ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ഫിലോസഫീസ്, എംപ്റ്റി ഡിസീറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒത്തിരി പ്രസംഗങ്ങൾ. നിങ്ങളാരും അങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്കൊന്നും അങ്ങനത്തെ കേൾക്കാൻ പോകല്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇതൊക്കെ എന്തുവാ? വെറും വഞ്ചന. ബൈബിൾ പറയുന്നു വെറും വഞ്ചന. നമ്മളെ ആ ഫോക്കസ് മാറ്റിക്കളയുവാൻ, ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയുവാൻ, കർത്താവ് നമ്മളെ വിളിച്ച വിളിയിൽ നിന്നും ആ ശുശ്രൂഷയിൽ നിന്നും ആ കാഴ്ചപ്പാടിൽ നിന്നും മാറ്റിക്കളയുവാൻ ഓരോ കാലഘട്ടത്തിൽ വളരെ വശീകരണ വാക്ക് എന്ന 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പലവിധ ഉപദേശം, പലവിധ എംപ്റ്റി ഡിസീറ്റ്, വെറും വഞ്ചന. നിങ്ങളെ അനുഗ്രഹിക്കും, ലോകത്തിൻ്റെ നന്മ കിട്ടും, അനുഗ്രഹമായിരിക്കും, ഇനി കഷ്ടത ഉണ്ടാകത്തില്ല. പോരാട്ടം എന്ന് പറയല്ല. ചിലർക്ക് പോരാട്ടം എന്ന് കേട്ടാൽ എന്തുവാ? പേടിയാണ്. ചിലർക്ക് കഷ്ടത എന്ന് കേട്ടാൽ എന്തുവാ? പേടിയാണ്. അങ്ങനത്തെ ഒത്തിരി റോങ് ടീച്ചിങ്സ് ഉണ്ട്. പോരാട്ടം എന്ന് പറയല്ല, കഷ്ടത എന്ന് പറയല്ല. ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? ക്രിസ്തുവിനെ അല്ലേ? ഫോളോ ഹിസ് ഫുഡ് സ്റ്റെപ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന് ആദ്യത്തെ ജനിച്ചപ്പോഴെന്തുവാ? കർത്താവിനെ കൊല്ലാൻ പിശാച് നോക്കി. അപ്പം തൊട്ട് പിന്നെ ചെറുപ്പമായിരുന്ന സമയത്ത് യെരുശലേം ദേവാലയം വരെ ഒന്ന് പോയതാ. തിരിച്ചു വന്നപ്പോൾ കർത്താവിനെ കളഞ്ഞുപോയി. എന്ത് ചെയ്താ? ഏതൊക്കെ രീതിയിൽ കർത്താവിനെ ഇല്ലാതാക്കാൻ. പിന്നെ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പം തൊട്ട് ഒരു കാര്യം പ്രസംഗിച്ച് വരുമ്പോൾ എല്ലാവർക്കും കൂടി കർത്താവിനെ കല്ലെറിഞ്ഞ് കൊല്ലണം, തെള്ളണം, ദേശത്തുനിന്ന് ഓടിപ്പോകാൻ പറയുക. ഏതൊക്കെ രീതിയിലാണ് കർത്താവ് ഈ പോരാട്ടം എല്ലാം സഹിച്ചതില്ലേ? ഒന്ന് ഉപസിക്കുവാൻ നോക്കിയപ്പോൾ 40 ദിവസവും പിശാച് അവൻ്റെ മുമ്പിൽ വന്ന് അവനെ പരീക്ഷിച്ചു. ഒരു ദിവസവും 2 ദിവസവും അല്ല, അവസാനത്തെ പരീക്ഷയെ പറ്റിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നുണ്ട്, ഓൾ ദ 40 days എന്ന് എഴുതിയിരിക്കുന്നത്. 40 ദിവസവും അവനോട് വന്ന് എന്ത് ചെയ്തു? സ്വസ്ഥമായിട്ടൊന്ന് ഏകാഗ്രതയോട്, ഒന്ന് ഉപവാസത്തോട്, പ്രാർത്ഥനയോട് ഇരിക്കുവാൻ കർത്താവിനെ അനുവദിച്ചില്ല. സ്വന്തം നമ്മൾ ആത്മീയ യുദ്ധത്തിലാണ്. യുദ്ധമുള്ളവർ, കറക്റ്റായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്കാണ് പോരാട്ടം. അല്ലാത്തവർ പറയും ഒരു പോരാട്ടവും ഇല്ലെന്ന് പറയും. എല്ലാം വളരെ സുഖമാണ്, സന്തോഷമാണ്, എല്ലാം സ്വന്തം. അവരൊന്നും ചെയ്യുന്നില്ല. ദേ ഡൂയിങ് നത്തിങ് ഫോർ ദ ലോർഡ്. എന്താ, പശു ഇല്ലാത്ത തൊഴുത്ത് ക്ലീനാന്ന് പറയും. പശു ഉള്ള തൊഴുത്ത് എന്തുവാ? ആകപ്പാടെ ചാണകം, അത് ഇടയ്ക്കിടയ്ക്ക് കുത്തി ഇളക്കുമ്പോൾ ഒരു മണം വരും. ആകപ്പാടെ പ്രശ്നം. കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ
ഒരു കുഴപ്പവുമില്ല. നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്യ്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ബന്ധനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഒന്ന് സഹായിക്കുക. അവനെ അവൻ്റെ ബന്ധനത്തിൽ നിന്നൊന്ന് വിടുവിക്കുക. അവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നീ മുമ്പിൽ നിൽക്കുക. പിശാചിനെയും അവൻ്റെയും ഇടയ്ക്ക് നീ നിൽക്കുക. നീ അവന് വേണ്ടി മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴറിയാം പോരാട്ടം ഉണ്ടോ ഇല്ലയോ. ഇവിടെ എല്ലാം കഷ്ടത. കർത്താവിനെ പിൻപറ്റുമ്പോൾ ഫോളോ ഹിസ് ഫുഡ് സ്റ്റെപ്സ്. ആ ക്രൂശിൻ്റെ വചനം പ്രമാണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നത്? പരീക്ഷകൾ വരുന്നത്. അതിന് പലരും പൊതുവേ ദൈവമക്കൾ പോലും, ജാതികൾ പണ്ട് പറയുമായിരുന്നു, ദൈവമക്കൾ പോലും പറയും ഈ ഒത്തിരി ആത്മീയമൊക്കെ എന്തിനാ, ഒത്തിരി ആത്മീയമായിട്ടൊക്കെ പോകുന്നതുകൊണ്ടല്ലേ ഈ പരീക്ഷകളൊക്കെ വരുന്നത്. അതാണോ അതിൻ്റെ സൊല്യൂഷൻ? ഒരു മാർഗമേ ഉള്ളൂ ദൈവമക്കളെ. ക്രിസ്തു ഇരിക്കുന്നിടത്ത് നിങ്ങൾ ചെല്ലണോ, ഇരിക്കണോ, അവൻ്റെ മണവാട്ടിയായി തീരണോ? യേശു പോയ വഴി അല്ലാതെ വേറെ ഷോർട്ട് കട്ട് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പേ ഞാൻ പോയനെയാണ് വഴി. ഇല്ല. കുറേ നാളായിട്ട് റിസർച്ച് ചെയ്യുക, ഇല്ല. അതുകൊണ്ട് പോകുന്ന വഴിയിൽ പോരാട്ടമുണ്ട്. അത് പോരാട്ടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മളെ ക്ഷീണിപ്പിക്കാൻ വരുന്ന ശക്തിയോട് ആത്മാവിൻ്റെ യുദ്ധം ചെയ്യുമല്ലേ. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. പടയാളിയായിട്ടാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് മറന്നു പോകല്ലേ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എല്ലാം വേരൂന്നി സ്ഥിരതയോടുകൂടി മാറിപ്പോകാതെ, ഡോണ്ട് ബി ചീറ്റഡ്, ഡോണ്ട് ബി ഡിസീവ്ഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളൊക്കെ എഴുതിയേക്കുന്നത്. ആരും നിങ്ങളെ വ്യർത്ഥ വാക്കുകളും അങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഇല്ല, ഇങ്ങനെ ഒരു സമാധാനത്തിലൊക്കെ പോയാൽ മതി, നമ്മുടെ കാര്യമൊക്കെ നോക്കി പോയാൽ മതി. എത്ര പേരാ പറയുന്നതെന്നറിയാം? നമ്മുടെ കാര്യമൊക്കെ നോക്കി വേറൊരാളുടെ വിഷയത്തിൽ ഇടപെടുമ്പോഴല്ലേ പ്രശ്നം. അപ്പോഴല്ലേ ആ പിശാച് നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങളൊക്കെ എത്ര ചീപ്പ് സെൽഫിഷ്നെസ് ആണെന്നറിയാതെ ഞാൻ അങ്ങനെ അതിനെ പറയാൻ ശ്രമിക്കും. എത്ര അയ്യോ, കർത്താവ് പിന്നെ ഹൃദയത്തിൽ വസിക്കൂ. എൻ്റെ കർത്താവ് അങ്ങനെ ഒന്ന് ചിന്തിച്ചായിരുന്നു നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെടുമായിരുന്നു ദൈവമക്കളെ. ക്രിസ്തു എന്നിൽ വസിക്കണം, ക്രിസ്തു എന്നിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ വരണം എന്നല്ലേ എൻ്റെ അർത്ഥം. ക്രിസ്തു എന്നിൽ വസിക്കുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാം ജീവിതം മറുവിലയായിട്ട് കൊടുത്ത കർത്താവിൻ്റെ സ്വർഗീയ സന്തോഷവും അധികാരവും ആ രാജസ്ഥാനം, രാജാതിരാജാവിൻ്റെ സ്ഥാനം, രാജസ്ഥാനം എന്നല്ല രാജാതിരാജാവിൻ്റെ സ്ഥാനം അവിടെ കൽപ്പിക്കുമ്പോൾ 10,000 ദൂതന്മാരെ കർത്താവിന് ചെയ്യുവാനുണ്ട്. എന്നിട്ട് അതെല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് ഒരു തച്ചൻ്റെ ഭവനത്തിൽ ജനിച്ച് ഉള്ള നിന്ദയും കഷ്ടതയും എല്ലാം അനുഭവിച്ച് ഒരു നല്ല മാതൃക നമുക്ക് കാണിച്ചു കൊടുത്ത് പല കോടതി പാപം ചെയ്യാത്തവനെ പാപിയായിട്ട് മുദ്രയും കുത്തി നഗ്നനാക്കി നിന്ദിതനാക്കി ഉള്ള അടി മുഴുവനും കൊണ്ട് മനുഷ്യരൂപം മാറിപ്പോയി. ആ ക്രിസ്തു എന്നിൽ വസിക്കുന്നെങ്കിൽ ഞാനും മറ്റുള്ളവരോട് ഒന്ന് ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, അവരുടെ കഷ്ടതയിൽ അവരുടെ കൂടെ എനിക്ക് കൂട്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവരുടെ കഷ്ടതയിൽ എൻ്റെ തോളൂടൊന്ന്, പല തോളുകൾ ചേരുമ്പോൾ എന്തുവാ ആ ലോഡ് നമ്മൾ ഷെയർ ചെയ്യുക. അവരുടെ കഷ്ടതയിൽ എൻ്റെ തോളൊന്ന് എനിക്കൊന്ന് വെച്ച് അവരെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് ക്രിസ്തുവാണ് നമ്മളിൽ വസിക്കുന്നത്? ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹം ജാതികളുടെ മധ്യത്തിലും ലോകത്തോടും വെളിപ്പെടുത്തുവാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളും അത് പാഴാക്കാതെ കർത്താവിൻ്റെ സ്നേഹം കാണിക്കുന്നതോടുകൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കർത്താവിനെ പറ്റി പറയുവാൻ പറ്റുന്നത്. അതിനുള്ള അവസരങ്ങൾ ദൈവം തരും. ഇത് തിയറിയാണ്. ഇനി പ്രാക്ടിക്കൽ വരും ദിവസങ്ങൾ. അവിടെ ഒക്കെ കൃപയോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ അങ്ങനെയുള്ളവരെ ആ ദൈവം കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യവും ശക്തിയും ജ്ഞാനവും മറ്റുള്ളവരെ ഹല്ലേലൂയ അപ്ലിഫ്റ്റ് ചെയ്യുവാനുള്ള ഏത് കൃപയും ഏത് സാഹചര്യവും നിങ്ങളെ ദൈവം ഏൽപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചത് വിശ്വസ്തയോട് കൈകാര്യം ചെയ്യണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. 8ാമത്തെ വാക്യത്തിൽ പറയുക, ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന, മർക്കോസിൻ്റെ സുവിശേഷം വായിക്കേണ്ട അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഈ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ചില രീതികളുണ്ടല്ലോ, പെന്തിക്കോസിൻ്റെ ഒരു പാരമ്പര്യവും കാണും. ഇപ്പം അത് വല്ലാത്ത കഷ്ടമാണ്. എറണാകുളത്ത് അത് കാണാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ അങ്ങോട്ട് തിരുവല്ല, ചെങ്ങന്നൂർ, കോഴഞ്ചേരി അല്ലെങ്കിൽ കുമ്പനാട് ആ ഒരു സമ്പ്രദായത്തിൻ്റെ അകത്തങ്ങ് ആയിരിക്കുക. ദൈവകൃപ എന്നൊന്നും പറഞ്ഞാൽ ഒരു പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നേ ഇല്ല. പക്ഷെങ്കിൽ ആ ഒരു പെന്തിക്കോസിൻ്റെ ഒരു സമ്പ്രദായവും ഒരു പാരമ്പര്യവും ഒരു രീതി മാത്രം ഫോളോ ചെയ്ത് അതിലങ്ങ്
നിങ്ങളുടെ ഈ സമ്പ്രദായം കൊണ്ട് ദൈവവചനത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദുർബലമാക്കുന്നു. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന യു നള്ളിഫൈ ദ വേർഡ് ഓഫ് ഗോഡ് എഴുതിയേക്കുന്നത്, ബൈ യുവർ ട്രഡീഷൻസ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് സമ്പ്രദായങ്ങൾ മാറട്ടെ, പലരും ചെയ്യുന്ന രീതികൾ മാറട്ടെ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാം. ദൈവവചനം നിങ്ങൾ ദുർബലമാക്കുന്നു. നിങ്ങളുടെ ഈ സമ്പ്രദായം കൊണ്ട് ദുഃഖത്തോടുകൂടി യേശു പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? ദൈവവചനത്തെ അനേകർ ദൈവമക്കൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു എന്ന് പറയുമ്പോൾ അവരാരാണ്? ജാതികളല്ല, ദൈവമക്കൾ. നിങ്ങളുടെ ഈ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ യു നള്ളിഫൈ എന്ന് പറഞ്ഞാൽ ശക്തി ഇല്ലാതാക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ചില രീതികളുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുന്നു, ചില പ്രാക്ടീസസ് കൊണ്ട്. സ്തോത്രം. അപ്പം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് എടുത്തേ. കർത്താവ് ദണ്ണത്തോട് പറഞ്ഞൊരു കാര്യം, അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് എടുത്തേ. നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവവചനത്തെ ശക്തിയുള്ളതാക്കി തീർക്കണം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചു. അത് കേൾക്കുമ്പോൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. പക്ഷേ ഉടനെ മറക്കുന്നവരായി തീരല്ലേ. ഒരാഴ്ചയെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കട്ടെ. അതിൻ്റെ കണ്ടിന്യൂവേഷൻ താഴോട്ട് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൽ സകല പൂർണ്ണതയും, ക്രിസ്തുവിൽ സകല സമ്പൂർണ്ണതയും വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആരും നിങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കളയട്ടെ. ഈ പൂർണ്ണത നിങ്ങളുടെ ജീവിതം. എന്നാലും ചില വാക്യങ്ങൾ ഇന്നലെ ഞാൻ വായിക്കുമായിരുന്നു. നിങ്ങളുടെ ജീവിതം കർത്താവിന് എന്തായി തീരണം? പ്രസാദമായി തീരണമെങ്കിൽ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അതും ക്രിസ്തുവും എല്ലാം കൂടി നിൽക്കത്തില്ല. അതുകൊണ്ട് മാറ്റേണ്ട ഏരിയകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമാക്കട്ടെ. നമ്മളെപ്പോഴും ദേവദാസന്മാർ വിവാഹത്തിന് വായിക്കുന്നൊരു വാക്യമുണ്ട്. നിങ്ങളിങ്ങനെ പോകുന്ന വിശ്വാസി വിവാഹങ്ങൾക്കൊക്കെ ഈ വാക്യം കേൾക്കുന്നുണ്ടായിരിക്കും. സങ്കീർത്തനം 45:10-11, Psalms 45:10-11. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, കുമാരിയോടല്ല മണവാട്ടിയോട് പറയുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. എന്നാൽ അപ്പോൾ നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. മണവാളനായ ക്രിസ്തു നിന്നിൽ പ്രസാദിക്കണമെങ്കിൽ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? സ്വജനത്തെ പിതൃഭവനത്തെ മറക്കുക. ലോകത്തിലെ ഓരോ വിഷയങ്ങൾ ഇച്ചിരി കടുപ്പമായല്ലേ, ഇച്ചിരി കടുപ്പമായ ഭാഷ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും വിചാരം പഴയ നിയമമാണ് കടുപ്പം. അല്ല, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിലും മർക്കോസിലും ഒക്കെ വെളിപ്പെടുത്തുന്ന എന്തോ തന്നെ ഡിനായ് നിൻ്റെ അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ, ഭവനത്തെ, സ്ഥലവും വീടും ജോലിയും എല്ലാം ഡിനായ്, അതിനെ ത്യജിക്കുക. നിന്നെ തന്നെ ത്യജിക്കുക. അവസാനം എന്തോ എഴുതിയിരിക്കുന്ന? ഡിനായ് യുവർ സെൽഫ്, നിന്നെയും ത്യജിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ക്രൂശ് എടുത്ത് ദൈനംദിനം എന്നെ പിൻപറ്റുക. അങ്ങനെ നിനക്ക് എൻ്റെ ശിഷ്യനായി തീരുവാൻ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. വേണേൽ മതി. അങ്ങനെ ആണെങ്കിൽ ഇഫ് യു ഡിനായ് യു ക്യാൻ ബി മൈ ഡിസൈപ്പിൾ. അങ്ങനെ നീ ത്യജിച്ചാൽ നിനക്ക് എൻ്റെ ശിഷ്യനായി തീരുവാൻ കഴിയുമല്ല നിന്റെ മണവാട്ടെ. പഴയ നിയമത്തിൽ നമ്മളോട് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന നിൻ്റെ ഭവനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക, എന്നാൽ മണവാളൻ നിന്നിൽ പ്രസാദിക്കും. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുക, ത്യജിക്കുക. അതും അപ്പനെയും അമ്മയും വീടും സ്ഥലവും, സ്തോത്രം, എല്ലാം, സഹോദരങ്ങളെയൊക്കെ. ഇന്ന് തൊട്ട് പാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല. മക്കളെ, അതല്ല. അവർക്കൊക്കെ കൊടുക്കേണ്ട പ്രാധാന്യത ജോലിയാണെങ്കിലും ഇനി നമുക്ക് തന്നെ ഡിനൈ യുവർ സെൽഫ് നിന്നെ തന്നെ എന്ത് ചെയ്യണം? എനിക്ക് കൊടുക്കേണ്ട പ്രാധാന്യത പോലും. എന്നിട്ട് ആർക്കാ പിന്നെ പ്രാധാന്യത കൊടുക്കേണ്ടത്? ക്രിസ്തുവിന്. എന്നാൽ നീ നിൻ്റെ അങ്ങനെയല്ല സങ്കീർത്തനത്തിൽ വായിച്ച നിൻ്റെ അപ്പനെയും അല്ലെ നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ സ്വജനത്തെയും നീ മറന്നാൽ, ഇതിപ്പോഴും നമ്മളിങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ ദേവദാസന്മാർ വായിച്ചു പോകുന്ന, എന്നാൽ മണവാണൽ നിൻ്റെ സൗന്ദര്യത്തിൽ നിൻ്റെ ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ. എൻ്റെ ജീവിതം ഞാൻ കുറേ എന്തൊക്കെയോ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. കുറേ വർഷമായിട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ കണക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കർത്താവ് എൻ്റെ ശുശ്രൂഷയിൽ പ്രസാദിച്ചില്ലെങ്കിൽ
കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ, ആ ആലയത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ശലോമോൻ അല്ല മോശമൊക്കെ പണിത ആലയത്തിൻ്റെ അകത്തൊക്കെ ആ സമാപന കൂടാരത്തിൽ ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുവാനുള്ള കാരണം, ഏലിയാവിൻ്റെ യാഗത്തിൽ കർത്താവിൻ്റെ തീ ഇറങ്ങി വരാനുള്ള കാരണം എന്തുവാ? ദൈവം പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടാണ് ദൈവ തേജസ് ഇറങ്ങി വന്ന് ദൈവസ്ഥാനത്ത് ഇറങ്ങി വന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ആരെയും സന്തോഷിപ്പിക്കാനല്ല, കുടുംബത്തെ സന്തോഷിപ്പിക്കാനല്ല, ആൾക്കാരെ കാണിക്കാനല്ല. പ്രൈസ്, നമ്മൾ ഓർത്തോണം, ഒരിക്കലും ഒരു ശുശ്രൂഷ ആൾക്കാരെ കാണിക്കാൻ ചെയ്യല്ലേ. സ്തോത്രം. അതിൽ കർത്താവ് പ്രസാദിക്കത്തില്ല. കർത്താവ് പറഞ്ഞതുപോലെ ആരും കാണാതെ, ആരും അറിയണം എന്നില്ല. കാര്യം പ്രതിഫലം തരുന്നത് ആരാണ്? ഞാൻ എപ്പോഴും ആൾക്കാരോട് ഈ ജോലി സ്ഥലത്ത് അവിശ്വസ്തരായി തീരുന്ന ഒരു പ്രവണത ലോകത്തിൽ നമുക്ക് കാണും. മാനേജർ വരുമ്പോൾ, ബോസ് വരുമ്പോൾ, ടീം ലീഡർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കും. അല്ലാത്തപ്പോൾ എന്തുവാ? ചുമ്മാ സമയം കളയും. ഇങ്ങനെ മെനക്കെട്ട് 30-ാം തീയതി വരെയും പോകുമ്പോൾ, 31-ാം തീയതി വരെയും പോകുമ്പോൾ 1-ാം തീയതി എന്ത് ചെയ്യും? ശമ്പളം കിട്ടും. പിന്നെയും ദിവസത്തെ എന്തുവാ? ജോലിയിൽ ആത്മാർത്ഥതയില്ലാത്ത, മലയാളത്തിൽ അതിൻ്റെ പണിക്കള്ളന്മാരെന്നൊക്കെ പറയില്ലേ, പണിക്കള്ളൻ. പണിയിൽ പരിശുദ്ധാത്മാവ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്തുവാണെന്നറിയാം? നമ്മുടെ പണിക്ക് പോലും കൂലി തരുന്നത് ആ കമ്പനി അല്ല, ആ ബോസ് അല്ല, ദൈവമാ. നിങ്ങൾ ഓർത്തോണം, നിങ്ങളൊക്കെ പല മേഖലയിൽ ജോലി ചെയ്യുന്നവരല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ചോണം, ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ചോണം. സ്തോത്രം. ചെയ്യുന്ന ഓരോ കാര്യത്തിലുള്ള വിശ്വസ്തത. സ്തോത്രം. എന്നാലേ ക്രിസ്തു പ്രസാദിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ കണ്ടില്ലേ, എന്നാലേ ക്രിസ്തു നിന്നിൽ പ്രസാദിക്കത്തുള്ളൂ. സ്തോത്രം. ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് മനുഷ്യനെ കാണിക്കാനല്ല. യജമാനൻ, ദാസൻ, അവിടെ ഒക്കെ ബൈബിളിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ സഭയോട് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, അവരല്ല നിങ്ങൾക്ക് കൂലി തരുന്നത്, പ്രതിഫലം തരുന്നത് ദൈവമായെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. നമുക്ക് ശമ്പളം, നമുക്ക് കൂലി, നമുക്ക് പ്രതിഫലം തരുന്നത് കർത്താവാ. അതുകൊണ്ട് ദൃഷ്ടി സേവയാലല്ല എന്നാണ് മലയാളത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവരെ കാണിക്കാനല്ല, നോട്ട് ആസ് ഐ പ്ലീസേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ദൃഷ്ടി സേവയല്ല. ദൈവത്തിനു വേണ്ടി എന്ന പോലെ വേണം നമ്മുടെ ലോകത്തിലെ ജോലിയും ചെയ്യുവാൻ. ആർക്ക് വേണ്ടി എന്ന പോലെ? ദൈവത്തിനു വേണ്ടി എന്ന പോലെ വേണം ലോകത്തിലെ ജോലി. അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തീരട്ടെ. എന്നാലേ ക്രിസ്തു നിൻ്റെ മേൽ പ്രസാദിക്കത്തുള്ളൂ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ത്യജിക്കേണ്ടത് ത്യജിക്കുവാൻ, പണിയപ്പെടേണ്ടത് പണിയുവാൻ, നമ്മുടെ വ്യക്തിത്വത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ. എന്നാൽ മാത്രമേ, ഒന്നിച്ച് പറഞ്ഞേ, എന്നാൽ മാത്രമേ ക്രിസ്തു എന്നിൽ പ്രസാദിച്ചില്ലെങ്കിൽ, പാസ്റ്റർ പറയുമോ നീ ഭയങ്കര ആത്മീയനാന്ന് പറഞ്ഞാൽ, ചില സഭകളൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഒരു സർട്ടിഫിക്കറ്റ്, ഏറ്റവും ബെസ്റ്റ് ബിലീവർ അവാർഡ് കിട്ടിയ ഒരു ആചാരം ഞങ്ങൾക്കറിയാം. അവിടെ ഞങ്ങളുടെ അവിടെ ചെങ്ങന്നൂർ ബെസ്റ്റ് ബിലീവറിൻ്റെ അവാർഡ്, ഓൾ കേരളയിൽ ആ ചർച്ചസിൻ്റെ ഇടയ്ക്ക് ബെസ്റ്റ് ബിലീവറിൻ്റെ അവാർഡ് കിട്ടി. ഞങ്ങൾക്കറിയാവുന്നൊരു ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉള്ളി പൊങ്ങച്ച ആ ഗുഡ് ന്യൂസിലിട്ടു, അത് അവിടെ ഇട്ടു, എല്ലാവരും അറിയണ്ടേ ബെസ്റ്റ് ബിലീവറിനെ. ഈ സഭ നിന്നെ മാനിച്ചാലും, പാസ്റ്റർ നീ വലിയ ആത്മീയനാന്ന് പാസ്റ്ററിനെ കളിപ്പിച്ചാലും, ആരൊക്കെ നീ കുടുംബത്തെ കളിപ്പിച്ചാലും, ദൈവം നിന്നിൽ പ്രസാദിച്ചില്ലെങ്കിൽ, ബാക്കി ഞാൻ പറയണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ അതിൻ്റെ തെളിവുണ്ട്. നിങ്ങൾ ബൈബിൾ തന്നെ വായിക്കുന്ന ഒരാളോ നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവം എന്നിൽ പ്രസാദിച്ചാൽ, ആരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും കർത്താവ് എന്നെ പലരെ ഏൽപ്പിക്കാത്ത ചില ശുശ്രൂഷകളെ ഏൽപ്പിക്കും. ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയട്ടെ, പലരെ കൊണ്ട് കഴിയാത്തത്, ജ്ഞാനികളെ കൊണ്ട് കഴിയാത്തത്, ശക്തന്മാരെ കൊണ്ട് കഴിയാത്ത ചില സ്പെഷ്യൽ ശുശ്രൂഷ ചെയ്യുന്ന ആ ഫോഴ്സിൻ്റെ പേരെന്തുവാ? സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. അവരുടെ ശമ്പളം എന്തുവെന്നറിയാം, അവർക്കുള്ള ഫെസിലിറ്റീസ് എന്തുവെന്നറിയാം. അവർ കുറച്ച് വർഷങ്ങളെ ചെയ്യത്തുള്ളൂ. ഷാർപ്പായിട്ട് നിന്നാണ് അവർ ചെയ്യുന്നത്. പൂർണ്ണ കോൺസെൻട്രേഷൻ, ആരോഗ്യം പൂർണ്ണമായിട്ട് എടുത്താണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. നമുക്ക് വേറെ ആരെയും ഏൽപ്പിക്കാത്ത ഈ കൊച്ചി പട്ടണത്തിൽ ചില സ്പെഷ്യൽ ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ ഭാര്യയെ നോക്കണ്ട, ഭർത്താവിനെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, കൂട്ടു സഹോദരങ്ങൾ എല്ലാവരും ചിലപ്പം വളരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവരെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിക്കും. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, നമുക്കെല്ലാം ഒന്നിച്ച് വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇത് വ്യക്തിപരമായിട്ടൊരു ബന്ധമാണ്. ക്രിസ്തു എന്നിൽ പ്രസാദിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നിൽ പ്രസാദിക്കാത്ത എന്ത് വിഷയമുണ്ടെങ്കിലും എന്നോടത് വെളിപ്പെടുത്തണമേ. ആ ഓരോ വിഷയത്തിൽ തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.